നിങ്ങളുടെ ആദ്യത്തെ വിശേഷം എന്താ ചോദിക്കണമെന്നറിയോ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണം അല്ലായിരുന്നു? അതെ. എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. നിങ്ങൾ ആഘോഷിച്ചോ? ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ശരിക്കും പറ്റിയില്ല. കാരണം ഞാൻ എന്റെ വീട്ടിലും അമീന്റെ ആ സമയത്ത് ഷൂട്ടിന്റെ ഭാഗമായിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യത്തെല്ലാം സ്പെഷ്യൽ അല്ലേ കൊച്ചെ? പക്ഷെ നമ്മൾ ഓണത്തിന് മുന്നേ ഉള്ള കുറച്ച് ദിവസങ്ങൾ ആഘോഷിച്ചായിരുന്നു. അത് ഓണമാക്കി എടുത്തു. ഉത്രാടത്തിന്റെ അന്ന് സദ്യയൊക്കെ ചെയ്തു അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഡയനയുടെ കയ്യിൽ നിന്ന് സദ്യ കഴിക്കുന്നത്. കൊള്ളായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഓലൻ ഭയങ്കര ഇഷ്ടമാണ്. ഓലൻ ഭയങ്കര ഇഷ്ടാ. എനിക്ക് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ സദ്യയില് ഒന്നും ഒരു വികാരം പോലും ഇല്ലാത്തവർക്ക് അറിയല്ലേ ഓലൻ? അല്ല, പക്ഷെ ആ തേങ്ങാപ്പാലും പപ്പയറ് മറ്റേ കുമ്പളങ്ങ ഇഷ്ടാ. ചിലർക്ക് ഇഷ്ടാട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൊതുവെ സദ്യയില് പൊതുവെ എല്ലാരും പറയുന്നത്, എന്റെ അഭിപ്രായമല്ല, ബാക്കി എല്ലാം ഉപ്പ് എരിവ് പുളി എല്ലാം ഉള്ളതല്ലേ. ഇതിന് ബേസിക്കലി ഒരു ഫ്ലേവർ ഒന്നും ഇല്ലല്ലോ, ഒരു തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ മാത്രല്ലേ ഉള്ളൂ. തേങ്ങാപ്പാലിന്റെ രുചി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അത് കൂട്ടി കഴിക്കും. തേങ്ങാപ്പാല് കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ഫുഡ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ? പത്തിരിക്കായാലും ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കും, അപ്പത്തിന്റെ കൂടെ കഴിക്കും, ഒത്തിരി പുതിയ പുതിയ വിഭവങ്ങൾ അല്ലെ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഞങ്ങളൊക്കെ നമിക്കണം. കാര്യം ഇന്ന് കഴിക്കുന്ന അല്ലല്ലോ മോളെ നാളെ കഴിക്കുന്നത്. ഇങ്ങനെ വെറൈറ്റിയാ. സത്യം പറഞ്ഞാൽ കൊതി തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ. തമ്പുരാൻ കൊടുത്ത കൈപുണ്യമായിരിക്കും മലബാറുകാർക്ക് ശരിക്കും. വെറൈറ്റിയാണ്. അതിന് പേര് പോലും ഇടാനുള്ള സമയം കിട്ടുമല്ലെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയുള്ള അല്ലെ വിഭവങ്ങൾ. അമ്മീന്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ടില്ല ഇതുവരെ വീട്ടിൽ. ഇപ്പം ഈ മാസം അവസാനം സെപ്റ്റംബർ ലാസ്റ്റ് ആണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പം അല്ലാണ്ട് അമ്മി വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മച്ചി ഉണ്ടാക്കുന്ന ബിരിയാണി അതൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ടേസ്റ്റാ. അപ്പൊ മരുമോൾ ആദ്യമായിട്ട് പോവാന്നോ വീട്ടിലേക്ക്? നീ ഒരു വർഷം എവിടെ ആയിരുന്നു? വീട്ടിൽ എന്നാ കല്യാണം കഴിച്ചും ഇവിടെ തന്നെ തല്ല് മേടിച്ചോണ്ട് പോവേ ഉള്ളൂ അല്ലെ? കൊച്ചിനെ വല്ലതും പറഞ്ഞു ഞാനും കൂടെ വയലന്റ് ആകും ഇവിടെ. ഇപ്പൊ കറക്റ്റ് പറഞ്ഞു കൊടുത്തേ. അതായത് നിക്കാഹാണ് നമ്മുടെ ജനുവരിയിൽ കഴിഞ്ഞത്. അപ്പൊ എന്റെ ചേട്ടൻ പുറത്താണ്. എന്റെ ചേട്ടൻ എടപ്പാള് ഭാഗത്തുള്ള ഫംഗ്ഷൻ കഴിഞ്ഞിട്ടില്ല. ട്രിവാൻഡ്രത്ത് വെച്ചിട്ടുള്ള ഒരു ചെക്കന്റെ നാട്ടിലും പെണ്ണിന്റെ നാട്ടിലും ഒരു പ്രോഗ്രാം ഉണ്ടാവുമല്ലോ. അപ്പോ പെൺകുട്ടിയുടെ വീട്ടിലെ നാട്ടിലെ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ നിക്കാഹായിരുന്നു. അതൊരു എൻഗേജ്മെന്റിന്റെ പകരം നമ്മൾ നിക്കാഹാക്കി. ഇനി എന്റെ നാട്ടിലെ എന്റെ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ടുള്ള ഒരു ഒന്നുകൂടെ കല്യാണം. അത് നിക്കാഹില് ജസ്റ്റ് റിസപ്ഷൻ ആണ്. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകത്തുള്ളൂ. നിങ്ങൾ തമ്മിൽ എവിടെയായി കണ്ടുമുട്ടിയേ? ഇങ്ങറ്റോ അങ്ങറ്റോ ഒക്കെ കിടക്കുന്ന ആൾക്കാര്. അതെ 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 എങ്ങനെയാണെന്നാണ് ഞാനും ചോദിച്ചത്. അതെ 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 പറഞ്ഞൊക്കെ നിർത്താനല്ല. ടെലിവിഷനിലൂടെ പറയാം. അമീൻ ഓൾറെഡി ആങ്കറായിട്ടും നടനമായിട്ടൊക്കെ ലൈക്ക് സീരിയലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആളുടെ പേര് ആതിര മാധവ് എന്നാണ്. അപ്പോൾ ആതിര അമീൻ്റെ കൂടെ സീരിയൽ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കല്യാണം വീട്ടിൽ നോക്കുന്നതായിട്ട് അറിയാം. അമീൻ്റെ സംസാരിച്ച അവർ ഫ്രണ്ട്സ് ആയപ്പോഴത്തേക്കും കല്യാണം നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് തോന്നി ഒന്ന് മാച്ച് മേക്ക് ചെയ്താലോ എന്ന്. പുള്ളിക്കാരത്തി കൊള്ളാലോ. നിങ്ങൾ അറിയാതെ തന്നെ പുള്ളിക്കാരത്തി മാച്ച് മേക്ക് ചെയ്തു. അത് മാച്ച് മേക്ക് ചെയ്തിട്ട് ഞങ്ങളോട് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ പ്രസന്റ് ചെയ്തു. ഇന്നൊരാളെന്നോടൊന്നും ഇങ്ങനെ പറഞ്ഞു, ഇന്നൊരാളെന്റെ സീരിയലിലെ നായകനാണ്, പയ്യൻ എടപ്പാളുകാരനാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല പയ്യനാണ്, നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അതുപോലെ അവിടെ ഡയനടുത്ത് വന്ന് പറഞ്ഞു. വീട്ടിലും അവളെന്നെ പ്രസന്റ് ചെയ്തത്. വീട്ടിലും അമ്മയും അപ്പയ്ക്ക് അവരോടും പറഞ്ഞു. വീട്ടുകാർക്ക് ഓക്കെ എങ്ങനെയെങ്കിലും കല്യാണം നടക്കാനുള്ള ഞങ്ങൾക്കും കുഴപ്പമില്ല, വീട്ടുകാർക്കും കുഴപ്പമില്ല. അപ്പൊ ഇത് ലവ് മാരേജ് ആണെന്ന് പറയാനൊക്കില്ല. കാരണം എനിക്ക് കംപ്ലീറ്റ്ലി പരിചയമില്ലാത്തൊരു, അതായത് നമ്മള് നേരിട്ട് ഇതുപോലെ ഒരേ മേഖലയാണെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ഒരിടത്ത് വെച്ച് കണ്ടിട്ടൊന്നുമില്ല. അതുപോലെ ഷോയിലോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അറിയാവുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇത്രയും ട്രഡീഷണൽ ആയിട്ടാണ്. പക്ഷെ എടപ്പാളൊക്കെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടാണോ നിങ്ങളുടെ മാരേജ് അങ്ങനെ നടക്കുന്നത്? അത് നിക്കാഹായിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ചും കൂടി ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നേ. ഇതിപ്പോ റിസപ്ഷൻ മാത്രമല്ലേ, അപ്പൊ ചെക്കനും അത് സാധാ നിക്കാഹ് പെണ്ണിന്റെ സ്ഥലത്താണ് നടത്താറ്. അപ്പൊ തിരുവനന്തപുരത്ത് വെച്ച് നമ്മള് നിക്കാഹ് എന്നുള്ള ഫംഗ്ഷൻ നടത്തി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച എടപ്പാളൊക്കെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ലേ, അതന്നെ സെയിം തന്നെയാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ചടങ്ങാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഇപ്പൊ റിസപ്ഷന് വേണ്ടിട്ടേ നിങ്ങൾ വലിയ ഹോളാണ് എടുത്തേക്കുന്നത്.
പറയേ VVK കൺവെൻഷൻ സെന്റർ ഭയങ്കര വലിയ ഹോളാണ്. ഭയങ്കര വലിയ ഒരു സ്റ്റേഡിയം കണക്കാക്കി വരും. അത്രയില്ല, പക്ഷെ നിങ്ങൾ അത് എടുക്കണം. കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടല്ലോ. അതെ അത് ശരിയാ. നിങ്ങൾക്ക് ആരും വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര അപ്രീഷിയേറ്റ്. കാഹിനി ചേച്ചി എനിക്ക് അങ്ങനെ നമ്മുടെ മേഖലയിലുള്ള അങ്ങനെ ആരെയും വിളിക്കാൻ പറ്റിയില്ല. വളരെ പെട്ടെന്നായിരുന്നു. വളരെ മോശമായി പോയി. അതെ. Ali's Kitchen. Let's cook with love.